ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു Noopsworld. ഇതുപോലെ വീട്ടിലെ ഗാർഡനിൽ നിറയെ പൂക്കളും ചെടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കാനായിട്ട് നമ്മൾ വീട്ടിൽ മിക്കപ്പോഴും കളയുന്ന ഒരു വേസ്റ്റ് മാത്രം മതി. ചെടികൾക്ക് മാത്രമല്ല, ഇതുകൊണ്ട് നല്ലൊരു സ്കിൻ വൈറ്റനിങ് പാക്ക്, ഇപ്പം മുഖത്തായാലും അതുപോലെ കയ്യിലായാലും കഴുത്തിലായാലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്കിൻ വൈറ്റനിങ് പാക്കും അതുപോലെ തന്നെ ഒരു ഹെയർ പാക്കും ഒക്കെ ഇത് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അടുക്കളയിൽ മാത്രമല്ല, ഒത്തിരി ഗുണങ്ങളുണ്ട് ഈ ഒരു ഐറ്റത്തിന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണ് ഞാൻ എന്തിനെ പറ്റിയാണ് പറയുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഐറ്റം മുട്ടത്തോട് തന്നെയാണ്. മുട്ടത്തോടിൻ്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ശരിക്കും കാൽഷ്യം റിച്ച് ആണിത്. അതുപോലെ തന്നെ നമുക്ക് അടുക്കളയിൽ ഒരുപാട് പൊടിക്കൈകൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ടുള്ള 10 യൂസസാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ പറയുന്നത്. ഇപ്പോൾ അടുക്കളയിൽ കത്തികൾക്കൊക്കെ മൂർച്ച കുറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൂട്ടാൻ പറ്റും. പക്ഷേ കത്രികകൾക്കൊക്കെ ആണെങ്കിൽ നമുക്കത് മൂർച്ച കൂട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനാണ് മുട്ടത്തോട് വെച്ചുള്ളൊരു പൊടിക്കൈ. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതുപോലെ ഉള്ളിൽ ഡ്രൈ ആയിട്ടുള്ളൊരു മുട്ടത്തോട് ഇതുപോലെ കത്രിക വെച്ചൊന്ന് കുറച്ച് പ്രാവശ്യം ഒന്ന് കട്ട് ചെയ്താൽ മതി. കുറച്ച് പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കത്രികയുടെ ഷാർപ്നെസ് നന്നായിട്ട് കൂടും. കത്രികയുടെ മാത്രമല്ല, മിക്സിയുടെ ജാറൊക്കെ പഴയതാവുകയാണെങ്കിൽ അതിൻ്റെ ബ്ലേഡിൻ്റെയൊക്കെ ഷാർപ്നെസ് കുറയും. അപ്പോൾ അത് കൂട്ടാനായിട്ട് മുട്ടത്തോട് ഉപകാരപ്പെടും. ഈ മുട്ടത്തോടെല്ലാം കൂടി മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ മുട്ടത്തോട് അതിലേക്ക് ഇടുമ്പോൾ അതിലൊട്ടും നനവുണ്ടാവാൻ പാടില്ല. ഇതിങ്ങനെ നല്ല ഫൈൻ പൗഡർ ആവുന്നവരെ പൊടിക്കണം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച നേരത്തേക്കാളും നന്നായിട്ട് കൂടിയിട്ടുണ്ടെന്ന്. നമ്മൾ ഈ പൊടിച്ച പൊടി കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിങ്ങനെ നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ വേണം പൊടിക്കാനായിട്ട്. വീട്ടിൽ ഒരാഴ്ച ഉപയോഗിച്ച മുട്ടയുടെ തോടൊക്കെ ഒന്നിച്ചെടുത്ത് വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്നിച്ച് പൊടിച്ചെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ മിക്സിയുടെ ജാർ കുറച്ച് പഴയതാണെങ്കിൽ അതിൻ്റെ ബ്ലേഡിൻ്റെ ഷാർപ്നെസ് കൂടുക മാത്രമല്ല, നന്നായിട്ടത് തിളങ്ങുകയും ചെയ്യും. പിന്നെ ഈ പൊടിച്ച പൊടി കൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ, അത് നമുക്ക് ചെടികൾക്ക് വളമായിട്ട് ഇട്ട് കൊടുക്കാം. പൂക്കളുണ്ടാകുന്ന ചെടികൾ മാത്രമല്ല, ഇൻഡോർ പ്ലാന്റ്സിന് നമുക്ക് അധികം അങ്ങനെ വളവും ചേർക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് ഇത് ഓരോ സ്പൂൺ ഇങ്ങനെ ഇടയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ പൊടി ഇടുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കൈ കൊണ്ട് മുട്ടത്തോടൊക്കെ പൊടിച്ച് ചെടികൾക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ മണ്ണിൽ അത് അബ്സോർബ് ചെയ്യാനായിട്ട് കുറച്ച് സമയം പിടിക്കും. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ മണ്ണിൽ വലിച്ചെടുക്കും. ഒന്നുകിൽ പൊടി നമുക്ക് ചെടിയുടെ ചുവട്ടിലിട്ടിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ മുട്ടത്തോടിന് നല്ല ചൂടായതുകൊണ്ട് ഇത് ചെടിക്ക് ഇടുമ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിക്കാൻ വേണം. പിന്നെ മുട്ടത്തോട് നല്ല കാൽഷ്യം റിച്ച് ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ വളർത്തുന്ന പെറ്റ്സിനൊക്കെ ഒരു കാൽഷ്യം സപ്ലിമെൻ്റ് ആയിട്ട് ഇത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വീട്ടിൽ പട്ടിക്കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇതുപോലെ അവരുടെ ഫുഡിൽ കുറച്ചൊന്ന് മിക്സ് ചെയ്ത് ഇടയ്ക്ക് ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. അതുപോലെ കോഴികൾക്കാണെങ്കിലും കോഴിത്തീറ്റയിലൊക്കെ കുറച്ച് കാൽഷ്യം സപ്ലിമെൻറ്റ് കിട്ടാനായിട്ട് ഇത് പൊടിച്ച് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ദേഹത്ത് ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ സാധാരണ ബാൻഡേഡ് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് മുട്ടത്തോടിൻ്റെ ഉള്ളിലുള്ള ഒരു വെള്ള മെംബ്രെയിൻ ഉണ്ടല്ലോ, അത് നമുക്ക് ബാൻഡേഡിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ചെറിയ മുറിവുകളാണെങ്കിലും മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ മരുന്ന് യൂസ് ചെയ്യേണ്ടി വരും. കാരണം ഈ മെംബ്രെയിന് ഒരു നാച്ചുറലായിട്ട് ഹീലിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ വീട്ടിൽ പല്ലിയൊക്കെ വരുന്ന സ്ഥലത്ത് ഇപ്പോൾ ടേബിളിൻ്റെ താഴെയൊക്കെ ആണെങ്കിലും ഇത് ഒരു 2 മുട്ടത്തോടെ വയ്ക്കുകയാണെങ്കിൽ പല്ലി ശല്യം ഉണ്ടാവില്ല. ഇതിൻ്റെ അടുത്ത ഗുണം എന്ന് വെച്ചാൽ, വീട്ടിലെ കിച്ചണിൽ ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. വീട്ടിലിപ്പോൾ ഒരുപാട് നാൾ യൂസ് ചെയ്തിട്ടുള്ള പാനൊക്കെ ആണെങ്കിൽ അതിൻ്റെ താഴെ ഇതുപോലെ ടഫായിട്ടുള്ള സ്റ്റെയിനൊക്കെ ഉണ്ടാവും. ഈ പാടൊക്കെ സാധാരണ രീതിയിൽ പോകാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് മുട്ടത്തോട് പൊടിച്ചതെടുക്കുക. അതിലേക്ക് നമ്മൾ ഏത് ഡിഷ് വാഷ് ലിക്വിഡാണ് സാധാരണ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ച് ഡ്രോപ്സ് അതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഇതിൻ്റെ പുറത്ത് സ്റ്റെയിനുള്ള പുറത്ത് ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അധികം ബലമൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. വളരെ ലൈറ്റായിട്ട് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ സ്റ്റെയിനൊക്കെ പെട്ടെന്ന് പോണ കാണാം. സാധാരണ നമ്മളിപ്പോൾ ഡിഷ് വാഷ് ലിക്വിഡ് മാത്രം യൂസ് ചെയ്യുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ നമ്മൾ ഈ പൗഡർ കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് ക്ലീനായി കിട്ടും. ഇത് മാത്രമല്ല, ഒത്തിരി പഴയ സ്റ്റീൽ പ്ലേറ്റ്സ് ഒക്കെ ആണെങ്കിലും ഒട്ടും തിളക്കമില്ലാതെ ഡള്ളായിരിക്കുന്ന സ്റ്റീൽ പ്ലേറ്റ്സ് ഒക്കെ നമ്മൾ ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഷൈനിങ് കിട്ടും. അതുപോലെ തന്നെ കുക്കറിൻ്റെ താഴെയൊക്കെ ആണെങ്കിലും അവിടെയും നല്ല സ്റ്റെയിൻ ഉണ്ടാവും സാധാരണ. അപ്പോൾ അതുമൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടും.
പിന്നെ ചായയുടെ കറയൊക്കെ ഉണ്ടല്ലോ, ചായ പാത്രത്തിലും അതുപോലെ തന്നെ കപ്പിലും ഒക്കെ ചായയുടെ നല്ല കറ ഉണ്ടാവും. അപ്പോൾ ആ സ്റ്റെയിനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇത് വെച്ച് ചെയ്താൽ പോവും. അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്ക് ആണെങ്കിലും വളരെ പെട്ടെന്ന് ഇത് വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഷൈനിങ് ഉണ്ടാവും. മുട്ടത്തോട് കൊണ്ട് എങ്ങനെ ബ്യൂട്ടി പ്രോഡക്ട്സ് ഉണ്ടാക്കാം എന്നുള്ളതാണ് അടുത്തത്. ഇത് വെച്ചിട്ട് നല്ലൊരു സ്കിൻ വൈറ്റനിങ് പാക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഒരു 8-10 മുട്ടയുടെ തോട് എടുത്ത് വയ്ക്കുക. അപ്പോൾ ഇതിന്ന് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കുമ്പോൾ ഇത് നമുക്ക് മുഖത്തൊക്കെ യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് മുട്ടത്തോടൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം എടുത്ത് ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. കഴുകിയെടുക്കുമ്പോൾ അത് പൊടിഞ്ഞു പോയാലും പ്രശ്നമില്ല. അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതൊന്ന് കുറച്ച് വെള്ളത്തിലിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ച് ഒന്ന് ചൂടാക്കാം. കുറച്ച് വെള്ളമുള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ തിളച്ച് വരും. തിളച്ച് വരുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പത പോലെ കുറച്ച് ഇത് കിടക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് കളഞ്ഞിട്ട് ഇതിൽ നിന്ന് മുട്ടത്തോട് മാത്രം നമുക്ക് ഊറ്റിയെടുക്കാം. ഇനി ഇത് നമുക്ക് ഡ്രൈ ആക്കി എടുക്കണം. അതൊന്നുമില്ല മൈക്രോവേവിൽ നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം, അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കാം. അതും അല്ലെങ്കിൽ ഫാനിൻ്റെ താഴെ കുറച്ച് നേരം വെച്ചാൽ മതി. എന്നിട്ട് ഇത് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതിങ്ങനെ കൂടുതലായിട്ട് പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. 1 ടീസ്പൂൺ ഈ പൗഡറും അതുപോലെ തന്നെ 1 ടീസ്പൂൺ തൈരും അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ തേനും കൂടി ചേർത്താൽ നല്ലൊരു ഫേസ് പാക്കായി. ഈ മുട്ടത്തോടിന് ശരിക്കും സ്കിൻ ടൈറ്റനിങ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ശരിക്കും ആൻറ്റി ഏജിങ്ങിനൊക്കെ ഒത്തിരി യൂസ്ഫുള്ളാണ്. 2-3 ദിവസമൊക്കെ കൂടുമ്പോൾ ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. ഇത് ശരിക്കും നമുക്ക് ഫേസ് പാക്കായിട്ട് മാത്രമല്ല, ഇപ്പോൾ നമുക്ക് കയ്യിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ അടുക്കളയിൽ ചില പച്ചക്കറിയൊക്കെ അരിയുമ്പോൾ കയ്യിൽ കറ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ കൂർക്കയോ അല്ലെങ്കിൽ കൊടപ്പൻ പോലത്തെ പച്ചക്കറിയൊക്കെ കയ്യിൽ കറ ഉണ്ടാക്കും. അപ്പോൾ അത് മാറ്റാനായിട്ട് ഈ പൗഡർ ഒന്ന് ജസ്റ്റ് കയ്യിൽ റബ്ബ് ചെയ്തിട്ടൊന്ന് കഴുകിയാൽ മതി. പിന്നെ അതുപോലെ കഴുത്തിൽ കറുത്ത പാടൊക്കെ പോകാനായിട്ടും ഈ ഫേസ് പാക്ക് ഒത്തിരി യൂസ്ഫുള്ളാണ്. അതുമാത്രമല്ല ഈ സെയിം പാക്ക് തന്നെ നമുക്ക് തലയിലും അപ്ലൈ ചെയ്യാം. അത് മുടിക്കും ഒത്തിരി നല്ലതാണ്. മുട്ടത്തോടിന് മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ വീട്ടിലെ പച്ചക്കറിയോ അല്ലെങ്കിൽ മറ്റു ചെടികളോ ഒക്കെ ഇതുപോലെ വിത്ത് ഇട്ട് മുളപ്പിക്കാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ കുഞ്ഞു കവറോ അല്ലെങ്കിൽ കുഞ്ഞു പാത്രമൊക്കെയാണ് എടുക്കാറ്. അപ്പോൾ അതിന് പകരമായിട്ട് ഇതുപോലെ മുട്ടത്തോടിനകത്ത് കുറച്ച് മണ്ണ് നിറച്ചിട്ട് അതിലെ വിത്തുകൾ മുളപ്പിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇതുകൊണ്ടുള്ള വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഗാർഡനിലൊക്കെ ചെടികളുടെ ചുവട്ടിൽ ഒരുപാട് ഒച്ചുകളുടെ ശല്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ചെടികളുടെ ചുവട്ടിൽ ഇതുപോലെ കൈകൊണ്ട് മുട്ടത്തോട് ഇങ്ങനെ പൊടിച്ചിടുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഒച്ചുകൾ വരാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഇനി ഒരുപാടുണ്ട് മുട്ടത്തോട് കൊണ്ടുള്ള ഗുണങ്ങൾ. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇനി Noopsworld സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.